നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീനിൻ്റെ മുട്ടേനെ കൊടുത്ത പുഴമീൻ്റെ മുട്ടേനെ കിട്ടാം മുരിച്ചെടുക്കാനാണ്. അതിൽ പറവാട്ടെ. അപ്പം നമുക്ക് മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെയ്യാം കുറച്ച് ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ചെറിയ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യും. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അരിപ്പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. വലിയ ഗ്ലാസ് 1 ഗ്ലാസ് വെള്ളം ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ല പോലെ തിളക്കട്ടെ. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കും. മൂന്ന് കഴുകി കൊടുക്കും. ലേശം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. കുഴപ്പമില്ല. അരിപ്പൊടി നല്ല പോലെ നമുക്കിത് ചൂടാറിയതിന് ശേഷം കുഴക്കും. അപ്പം നമ്മുടെ അരിമാവ് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കട്ടെ. അതിന് മേലെ കുഴയ്ക്കാം. നല്ലപോലെ കുഴക്കാൻ. അപ്പം നല്ലപോലെ കുഴച്ചിട്ടാ. ഇത് ചീരയുടെ ഇലയാണ്. നമുക്ക് ഇതിൽ അട പോലെ പുഴുങ്ങിയെടുക്കാം. ഇത് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. ചില കളയേണ്ട ആവശ്യമില്ല. ചീരയുടെ ഇതേപോലെ കട്ടിയാണ്. നമ്മൾ വാഴയില അടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച മീനിൻ്റെ ഇതുണ്ടല്ലോ, കുറച്ചിട്ട് കൊടുക്കാം. പുഴുങ്ങിയെടുക്കാം. നമ്മുടെ അട പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മുടെ മീൻ മുട്ട വെച്ചിട്ടുള്ള ചീരയുടെ ഇല കൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇലയടക്കം നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.